ഇന്ന് നമ്മൾ കുഞ്ഞിപ്പറമ്പ് കേവിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമ്മൾ കമ്പനിയിലെ ശരത്തിൻ്റെ നാട്ടിലാണ് കുഞ്ഞിപ്പറമ്പ് കേവ്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു അടിപൊളി വൈബ് കേട്ടോ. അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ തണുപ്പൊക്കെ വന്നു, വല്ലാത്തൊരു ക്ലൈമറ്റ്. അപ്പോൾ ഞാനും രാഹുലും വിഷ്ണുവും ശരത്തും ജോയേട്ടനും ശിവുവേട്ടനും ഇവരെയൊക്കെ കൂട്ടിയാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന കുഞ്ഞിപ്പറമ്പ് കേവ്. ഏണ്ട് അടിപൊളിയാണേ. ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. വലിയൊരു ഗുഹ കേട്ടോ. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതിനുള്ളാണ് നമ്മുടെ മലയാള സിനിമയിലെ കുമാരി ഒക്കെ ഷൂട്ട് ചെയ്തത്. ഇതിനുള്ളിൽ വെച്ചിട്ടാണ്. നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഈ പറയുന്ന ഈ ഗുഹ ഇവിടെ വൈറലായത്, എല്ലാവരും അറിയാൻ തുടങ്ങിയത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. നമുക്ക് ഒരു ദിവസം വന്നിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. ഇതിലാണ് നമ്മൾ ഇറങ്ങി വന്നത് കേട്ടോ. ഇതൊക്കെ ഇതൊക്കെ ഇറങ്ങിയിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. വലിയൊരു തിട്ടുണ്ട് അങ്ങോട്ടേക്ക് നോക്കി. ഈ ഒരു കട്ടിങ്ങെല്ലാം ഇറങ്ങിയിട്ടാണ് നമ്മൾ അവിടെ വന്നത്. ഇവിടെ ഒരു ചെറിയൊരു കുളം ഇതിനുള്ളിൽ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. അത് വന്നപ്പോൾ തന്നെ അത് AC മാതിരി. അതിനകത്ത് വെള്ളം, മോട്ടർ, വെള്ളമൊക്കെ ഉണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ ഗൈസ്, നിങ്ങൾ എന്തെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കറക്റ്റ് വന്നിട്ട് ഒരു ദിവസം സ്പെൻഡ് ആക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണേ. അവിടെയാണ് അവർ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ലൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റായിട്ടൊന്നും കാണാൻ സാധിക്കില്ല. ലൈറ്റ് ബ്രൈറ്റ് ലൈറ്റാണ്. അപ്പോൾ നമുക്കൊരു പോയിൻ്റേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും സ്ഥലത്ത് അവിടെ വരെ അങ്ങ് ദൂരെ കാണാം കേട്ടോ. അങ്ങ് ദൂരെ കാണാം വലിയൊരു കേവ്. അടിപൊളി ഗുഹ എന്ന് പറഞ്ഞാൽ അടിപൊളി. ഫുള്ള് ഇരുട്ട കേട്ടോ. ഫുൾ ഡാർക്ക്. അപ്പോൾ ഇതാണ് ഗായ്സ് നമ്മുടെ കേവിൻ്റെ പുറംഭാഗം. ഇതാണ് കേട്ടോ. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ഇതിനുള്ളിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഒരു എന്താ പറയുക, ഒരു 10-12 അടി ഹൈറ്റുള്ള വലിയൊരു ഗുഹ. അടിപൊളി. ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ ആണ് കേട്ടോ. ഒരു ഗുഹയാണ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് വരുമ്പോൾ നിങ്ങൾ നല്ല വെളിച്ചമുള്ള ടോർച്ച് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കരുതിക്കൊള്ളുക. അല്ലെങ്കിൽ
നമ്മുടെ ഫ്ലാഷിൽ നമുക്ക് ആ ഒരു ഗുഹയുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വരുവാണെങ്കിൽ ഒരു വലിയ നല്ലൊരു ടോർച്ച് എന്തായാലും നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നു കേട്ടോ. ഇങ്ങനെ ഈ പ്ലേസ് കറക്റ്റായിട്ട് ആയി വരുന്നേ ഉള്ളൂ. ഇതാ ഒരുപാട് റൈഡേഴ്സ് വന്നിട്ടുണ്ട്. അവർ കുറച്ച് മുമ്പ് അങ്ങോട്ട് പോയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഈ പ്ലേസ് ഡെവലപ്പായി വരുവാണ് കേട്ടോ. ഈ കേവ് ആൾക്കാരൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ട്. ഇതൊരു ടീം അങ്ങോട്ട് പോകുന്നു. നമ്മളിപ്പോൾ പോയിട്ട് വന്നതാണ്. കുഞ്ഞിപ്പാറ എന്നാണ്. കുഞ്ഞിപ്പാറ കേവ് പ്രകൃതിയുടെ വരതാണ്. കുഞ്ഞിപ്പാറ ഗുഹ, കുഞ്ഞിപ്പാറ കേവ്. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു പറഞ്ഞ കാര്യം നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ പാലിക്കേണ്ടതാണ്. ഗുഹയ്ക്ക് അകത്തും പുറത്തും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റോ നിക്ഷേപിക്കരുത്. കാരണം വെച്ചാൽ അത് നമുക്ക് എടുത്തുകൊണ്ട് പുറത്ത് കൊണ്ട് കളയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ അത്ര റിസ്ക്കോടെയാണ് നമ്മൾ അതിന് ഉള്ളിൽ നിന്ന് കയറി വന്നത്. അതുകൊണ്ട് അതിനകത്ത് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നും നമ്മൾ ഇടാൻ പാടില്ല. വൃത്തിയോടെ തന്നെ സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് ആൾക്കാരെടുത്ത് നമ്മൾ എത്തിക്കാൻ പറ്റും. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് നമ്മുടെ കുഞ്ഞിപ്പാറ കേവ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് കർണാടകക്കാർ വരുന്നു, ഒരുപാട് പേര് ഇപ്പോൾ വന്നിട്ടുണ്ട്. കുറേ റൈഡേഴ്സ് വന്നിട്ടുണ്ട്, കുറേ ഫാമിലീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുഞ്ഞിപ്പാറ കേവ് നമുക്ക് അടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറിക്കൊണ്ടിരിക്കുകയാണ്.